പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് വലിയൊരു വിശുദ്ധ ക്ലാരയുടെ തിരുനാളാണ്. നമ്മുടെ FCC സിസ്റ്റേഴ്സ്, ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ, അച്ഛൻ്റെ ഇടവകയിലെ സിസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പ്. അതുപോലെ തന്നെ ഏങ്ങണ്ടൂർ നമുക്ക് 3 മഠങ്ങളാണ്, FCCയുടെ 3 മഠങ്ങളാണ് ഉള്ളത് നമ്മുടെ സിസ്റ്റേഴ്സിന് വേണ്ടി. FCC സിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷനിലൊക്കെ എല്ലാ സിസ്റ്റേഴ്സിനെയും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ആ വിശുദ്ധയിലെ വലിയൊരു പ്രഭു കുടുംബത്തിലെ വിശുദ്ധയാണ്, ഒരു മകളായിരുന്നു. ശരിക്കും ഈശോ വിളിച്ചപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ച് പോന്നു. ഇന്നും കർത്താവ് അതുപോലെ പാവപ്പെട്ടവരിൽ നിന്നും സമ്പന്നരിൽ നിന്നും പഠിപ്പുള്ളവരിൽ നിന്നും ഇല്ലാത്തവരിൽ നിന്നൊക്കെ ഈശോ വിളിക്കുന്നുണ്ട്. ഈശോയുടെ വിളി ക്ലാരപുണ്യവതി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശ്രവിച്ചതുപോലെ ശ്രവിക്കാൻ വേണ്ട കൃപയുണ്ടാകട്ടെ. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സുഭാഷിത പുസ്തകം 1:7. അവിടെ വചനം പറയാണ്, ദൈവഭക്തിയാണ് അറിവിൻ്റെ ഉറവിടം. അപ്പോൾ അറിവിൻ്റെ ഉറവിടം എന്താണ്? അത് ദൈവഭക്തിയാണ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ശരിക്കും പഠിപ്പിക്കേണ്ട ചില അടിസ്ഥാന വചനങ്ങൾ എന്ന് പറയില്ലേ, അതിലൊന്നാണ് ദൈവഭക്തി അറിവിൻ്റെ ഉറവിടം. എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, കൂടുതൽ ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ കുമ്പസാരിക്കുക. അതുപോലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഏറ്റവും ചുരുങ്ങിയത് ആഴ്ചയിൽ 1 ദിവസമെങ്കിലും നമ്മുടെ മാതാപിതാക്കൾ അവർക്കുണ്ടായ ക്രിസ്തു അനുഭവം ആദ്യം മാതാപിതാക്കൾ പങ്കുവെക്കണം, കുട്ടികളെ കൊണ്ട് അത് പറയിപ്പിക്കണം. ആദ്യമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, ഒരു 12ാം ക്ലാസ്സൊക്കെ കഴിയുന്നതോടുകൂടി ഒരു ക്രിസ്തു അനുഭവം പങ്കുവെക്കാൻ തക്ക വിധത്തിലൊരു ആത്മീയ പരിശീലനം അവർ നേടും. ഇപ്പോൾ പലപ്പോഴും 12 ACCക്ക് കഴിഞ്ഞ കുട്ടികളൊക്കെ ചിലപ്പോഴെങ്കിലും അവർ യേശുവിനെ ഉപേക്ഷിച്ച് ഒരു തീരുമാനമെടുക്കുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് നമ്മൾ കുട്ടികളെ യേശുവിനെ ഉപേക്ഷിച്ച് മറ്റു തീരുമാനങ്ങൾ, മറ്റു വ്യക്തികളും അല്ലെങ്കിൽ മറ്റു തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ യേശു അനുഭവത്തിൻ്റെ കുറവാണ്. നമുക്ക് പ്രത്യേകമായിട്ട് ഈ ദിവസം ഈ ഒരു ബ്ലെസ്സിങ് നമ്മൾ മേടിക്കുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ദൈവഭക്തിയിൽ ഞങ്ങളുടെ മക്കളെ വളർത്തണമേ, ദൈവഭക്തിയിൽ എന്നെ വളർത്തണമേ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.